ഞാൻ ഇന്നുള്ള അരനാഴിക അമ്പലത്തിൻ്റെ അടുത്താണ്. ഇതാണ് അരനാഴിക അമ്പലത്തിൻ്റെ ഭാഗം. ഇവിടുത്തെ പ്രകൃതി ഭംഗിയും മഴ പെയ്ത് കഴിഞ്ഞ് തോർന്ന സ്ഥലം കാണാൻ നല്ല രസമാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ബ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഇതാണ് അരനാഴിക അമ്പലത്തിൻ്റെ ഫ്രണ്ട്. ഇവിടെ നല്ലതായി കാണാൻ പറ്റുന്ന തന്നെ മഴ പെയ്ത് തോർന്ന് നിൽക്കുമ്പോഴാണ്. ചിലപ്പോൾ ഇവിടെ മഴ പെയ്ത് തോർന്ന് നിൽക്കുമ്പോൾ മഞ്ഞ് ചെറുതായിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ പ്രകൃതി എന്ന് പറയുന്നത് ഇതാണ്. അരനാഴിക അമ്പലത്തിൻ്റെ ആൽമരമാണ്. ഇതാണ് ഇവിടെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സംഭവം കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു ഓടയൊക്കെ ഒഴുകുന്നുണ്ട്. ഇതാണ് ഗൈസ് ഓട. അപ്പം ഇതാണ് ഓട. അപ്പുറത്തെ സൈഡിലുണ്ട് ഒരു ചെറിയൊരു ഓട. മഴ പെയ്ത് വെള്ളമായതിൻ്റെയാണ് ഇത്രയ്ക്ക് ഒഴുക്കിൻ്റെ ശബ്ദമൊക്കെ. വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാം. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. റോഡിലൊക്കെ വെള്ളം കയറും. അപ്പം നമ്മൾ ഓടയുടെ പകുതിയോളം എത്തിയിട്ടുണ്ട്. തീരാറായി. അത് കഴിഞ്ഞിട്ട് നല്ല ഈ സൈഡിലെ പോലാണ് ഒഴുകുന്നത്. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതല്ല, ഇതിൻ്റെ അപ്പുറത്താണ്. വേണ്ട ഇതുവഴിയാണ് നല്ല കട്ടിക്കുള്ള ഒഴുകി വരുന്നുണ്ട്. ഉണ്ടോ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാതെ നിങ്ങൾക്ക് നല്ല രസമല്ലേ? പിന്നെ കഴിച്ച് ഇവിടെ ഉള്ള ഇതൊഴി ചെറിയൊരു ഇതൊഴുകുന്നുണ്ട്. ഇത് സംഭവം ഇതാണ് ഞാൻ പറഞ്ഞേ വെള്ളം ഒഴുകുന്നെന്ന് പറയല്ലേ. അല്ലേ ഇതുവഴിയാണ്. അതെ ഇത് കാണാൻ നല്ല രസമാണ്. നമ്മളെ ഇതിനകത്ത് ഇറങ്ങല്ല കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. പാമ്പിൻ്റെ ഒന്നുമില്ല. ചെരുപ്പ് ചെയ്താൽ ഇതേപോലെ മണ്ണാവും. ഞാനൊരു പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല രസമില്ല കാണാൻ. ഇതുണ്ടോ റോഡിൽ കൂടെ ഒക്കെ കവിഞ്ഞൊഴുകുന്നു. നല്ല രസമില്ലേ കാണാൻ. നിങ്ങൾ ഹരിപ്പാട് വന്നിട്ട് ഹരിപ്പാട്ടമ്പലത്തിൻ്റെ അവിടുന്ന് നേരെ ഈ റോഡ് കയറി വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ലെഫ്റ്റ് എടുത്തിട്ട് വരുവാണെങ്കിൽ ഒരു ഇടവഴിയാണ്, ചെറിയൊരു ഇടവഴി. അതുവഴി കയറി വരുവാണെങ്കിൽ തന്നെ
ഇങ്ങനെ മഴ പെയ്ത് റോഡിലെല്ലാം വെള്ളം കയറിയത് നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, നല്ല രസമാണ്. അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ ഉള്ള കുറേ സാധനങ്ങൾ റോഡിൽ കൂടെ കവിഞ്ഞൊഴുകുകയാണ്. ഇത് റോഡാണ്, പക്ഷെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുവാണ്. കേസപ്പോൾ അതാണ്ട് ഒഴുകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്ന് റോഡിൽ നിന്ന് കിടന്ന ഇവിടെ നമ്മളെ റിഫ്രഷ് ആക്കി വിടും. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. അതപ്പോൾ ഇതൊരു സൈക്കിളൊക്കെ ചവിട്ടി വരുമ്പോൾ സൈക്കിളിന് ഷോക്ക് ഉണ്ടായി കിടന്ന് ടക്ക 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 എന്ന് പറഞ്ഞ് അടിക്കുന്നതാണ്. ഈ സൈക്കിളിൽ ഉള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത കാണുന്ന ബെല്ലൈക്കൺ ഇടിച്ചു പിടിച്ചേക്ക്. ബൈ.